ഇന്ത്യക്കാർ ഇപ്പോൾ ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ തേടിക്കൊണ്ടിരിക്കുന്ന സ്ഥലം ലക്ഷദ്വീപാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനവും കുറച്ച് ഫോട്ടോകളും ലക്ഷദ്വീപിന്റെ ടൂറിസം പ്രാധാന്യത്തെക്കുറിച്ചുള്ള ട്വീറ്റുകളുമാണ് വിവാദത്തിന് തുടക്കം കുറിച്ചത്. ഒരു കണക്കിന് വളരെ നാളുകളായി എരിഞ്ഞുകൊണ്ടിരുന്ന വിവാദം മറനീക്കി പുറത്തു വന്നു എന്ന് പറയാം. നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിനെതിരെ മാലദ്വീപ് മന്ത്രിമാർ സാമൂഹ്യ മാധ്യമമായ എക്സിൽ പങ്കുവച്ച കുറിപ്പുകളാണ് പോരിന് തുടക്കം കുറിച്ചത്. ഇന്ത്യ മാലദ്വീപിനെ ലക്ഷ്യം വയ്ക്കുന്നു എന്നാരോപിച്ചായിരുന്നു മാലദ്വീപ് മന്ത്രി അബ്ദുൽ മഹസൂം മാജിദ് ട്വീറ്റ് ചെയ്തത്. ബീച്ച് ടൂറിസത്തിൽ മാലദ്വീപുമായി മത്സരിക്കുന്നതിൽ ഇന്ത്യ കാര്യമായ വെല്ലുവിളി നേരിടുന്നുണ്ടെന്നും മാജിദ് കുറിച്ചു. നരേന്ദ്രമോദി കോമാളി എന്നായിരുന്നു മറ്റൊരു മന്ത്രി മറിയം ഷിയൂനയുടെ പരാമർശം. നരേന്ദ്രമോദി ഇസ്രയേലിന്റെ കളിപ്പാവയാണെന്നും മന്ത്രി കുറിച്ചിരുന്നു. ഇന്ത്യയിൽ നിന്നുള്ള വിമർശനം ശക്തമായതിന് പിന്നാലെ ഈ ട്വീറ്റ് ഇവർ പിൻവലിച്ചു. ഇതിന് പിന്നാലെ മാലദ്വീപ് ടൂറിസത്തിനെതിരെ ഇന്ത്യൻ സമൂഹ മാധ്യമങ്ങളിൽ ബഹിഷ്കരണ ക്യാമ്പയിൻ ആരംഭിച്ചു. ഇതിനോടകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീച്ചിൽ വിശ്രമിക്കുന്നതിൻ്റെയും സ്നോർക്കലിംഗ് നടത്തുന്നതിൻ്റെയും ചിത്രങ്ങൾ വൈറലായിരുന്നു. മാലദ്വീപിന് ബദലായി ഇന്ത്യ ലക്ഷദ്വീപിനെ വളർത്തിക്കൊണ്ടുവരാൻ പോവുകയാണെന്ന പ്രചാരണവും വ്യാപകമായി നടന്നു. ഇതിന് പിന്നാലെയാണ് മാലദ്വീപ് മന്ത്രിമാരുടെ പ്രസ്താവന വന്നത്. ചൈനീസ് അനുകൂലിയായ മുഹമ്മദ് മൊയ്സു പ്രസിഡന്റ് സ്ഥാനത്ത് എത്തിയതിനു ശേഷം ഇന്ത്യ വിരുദ്ധ നീക്കങ്ങൾ മാലദ്വീപിൽ ശക്തമാണ്. അതേസമയം മന്ത്രിയുടെ നിലപാടിനെതിരെ മാലദ്വീപ് മുൻ പ്രധാനമന്ത്രി മുഹമ്മദ് നഷീദ് രംഗത്തെത്തിയതോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനവുമായി ബന്ധപ്പെട്ട് വിനാശങ്ങൾ വരുത്തുന്ന രീതിയിൽ ട്വീറ്റ് ചെയ്ത 3 മന്ത്രിമാരെയും മാലദ്വീപ് സർക്കാർ സസ്പെൻഡ് ചെയ്തു. മറിയം ഷിനൂയ, മാൽഷ ഷെരീഫ്, മഹസൂം മാജിദ് ഈ 3 മന്ത്രിമാർക്കെതിരെയായിരുന്നു നടപടി. മന്ത്രിമാർ ആക്ഷേപിക്കുന്നത് ഭാരതത്തിലെ ആൾക്കാരെ നാറുമെന്നും ഇപ്പോഴും തുറസായ സ്ഥലത്ത് മലവിസർജനം നടത്തുന്നവരാണ് ഇവരെന്നുമാണ്. ഭാരതത്തിലെ ബീച്ച് റിസോർട്ടിൽ പോയാൽ ഇവരുടെ വസ്ത്രങ്ങളിൽ നിന്ന് നാറ്റം വരുമെന്നും അതുകൊണ്ട് തന്നെ ഭാരതീയർ എത്ര തന്നെ ലക്ഷദ്വീപിനെ പ്രൊമോട്ട് ചെയ്താലും മാലദ്വീപിന്റെ അടുത്തെത്തില്ലെന്നുമാണ്. തുറസായ സ്ഥലത്ത് മലവിസർജനം നടത്തുന്നവരാണ് മാലദ്വീപുമായി മത്സരിക്കാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞ് തെളിവായി ഇട്ട ഫോട്ടോ ഒരാൾ മീൻ പിടിക്കാൻ പോകുന്നതിൻ്റെ ആയിരുന്നു. ഭാരതത്തെ അപമാനിച്ചതിന് പിന്നാലെ വരാൻ പോകുന്ന ഭവിഷ്യത്തിനെയും പ്രതിപക്ഷത്തിന്റെ എതിർപ്പിനെയും കണക്കാക്കിയാണ് സർക്കാർ 3 പേരെയും സസ്പെൻഡ് ചെയ്ത് പ്രശ്നം ശാന്തമാക്കാൻ ശ്രമിച്ചത്. ഈ മന്ത്രിമാരുടെ അഭിപ്രായ പ്രകടനത്തിൽ സർക്കാരിന് യാതൊരു പങ്കുമില്ലെന്ന് പ്രസ്താവന ഇറക്കുകയും ചെയ്തു. തുടർ നടപടിയെന്നോണം മാലദ്വീപിലെ ഉന്നത പ്രതിനിധിയെ വിളിച്ച് ഭാരതം തങ്ങളുടെ ശക്തമായ നിലപാട് അറിയിക്കുകയും ചെയ്തു. ഇതിനേക്കാൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ പ്രശ്നത്തോടെ ഭാരതത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി രംഗത്ത് വന്നതോടെ മാലദ്വീപ് സർക്കാരിന് എങ്ങനെയും പ്രശ്നം പരിഹരിച്ചാൽ മതിയെന്നായിരിക്കുകയാണ്. സംഭവം ഉണ്ടായതു മുതൽ ട്വിറ്ററിൽ ബോയ്ക്കോട്ട് മാലദ്വീപ് എന്ന ട്വീറ്റ് നിരന്തരം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോരാഞ്ഞിട്ട് മാലദ്വീപിൽ അവധി ആഘോഷിക്കാൻ തീരുമാനിച്ചിരുന്ന ഇന്ത്യക്കാർ ഫ്ലൈറ്റും അഡ്വാൻസ് ഹോട്ടൽ ബുക്കിങ്ങും വരെ ക്യാൻസൽ ചെയ്തു. ഇവരെല്ലാവരും തന്നെ ഇപ്പോൾ ലക്ഷദ്വീപിൽ പോകുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. ഭാരതത്തിലെ സാധാരണക്കാരും പ്രൈവറ്റ് സെക്ടറിലുള്ളവരും സെലിബ്രിറ്റികളും കളിക്കാരും സിനിമാ താരങ്ങളും ഒത്തുചേർന്ന് ഇതിനെ എതിർത്തു. ഇത്തരത്തിലൊരു ഏകത ഇതിനു മുമ്പ് ദൃശ്യമായിട്ടില്ല. ട്രാവലിംഗ് ബുക്കിംഗ് ഏജൻസിയായ മേക്ക് മൈ ട്രിപ്പ് വെളിപ്പെടുത്തുന്നതനുസരിച്ച് പ്രധാനമന്ത്രിയുടെ ലക്ഷദ്വീപ് ഫോട്ടോ പുറത്തു വന്നതിന് പുറകെ ലക്ഷദ്വീപിനെക്കുറിച്ച് വിവരങ്ങൾ തേടുന്നവരുടെ എണ്ണം അസാധ്യമായി വർദ്ധിച്ചു. അതുപോലെ ഗൂഗിളിലും ലക്ഷദ്വീപ് വിവരങ്ങൾ തേടുന്നവരുടെ എണ്ണം കുത്തനെ ഉയർന്നിരിക്കുകയാണ്. ഏറ്റവും വലിയ തമാശ, മാലദ്വീപിലെ ആൾക്കാരും ഗൂഗിളിൽ ലക്ഷദ്വീപിനെക്കുറിച്ച് തിരയാൻ തുടങ്ങി എന്നതാണ്. ഭാരതത്തിലെ ഒരു ട്രാവൽ ബുക്കിംഗ് സൈറ്റായ ഈസി മൈ ട്രിപ്പ് മാലദ്വീപിലേക്കുള്ള എല്ലാ ബുക്കിങ്ങും ക്യാൻസൽ ചെയ്തു. എന്നിട്ട് ഭാരതത്തിന് മാലദ്വീപിനെയല്ല, മാലദ്വീപിന് ഭാരതത്തിനെയാണ് ആവശ്യം എന്ന പ്രസ്താവന ഇറക്കുകയും ചെയ്തു. ഇദ്ദേഹം നൽകുന്ന വിവരം അനുസരിച്ച് ഓരോ വർഷവും 3 ലക്ഷത്തോളം ആൾക്കാരാണ് മാലദ്വീപിൽ അവധി ആഘോഷിക്കാനായി പോകുന്നത്. ഭാരതത്തെ ഇത്തരത്തിൽ ആക്ഷേപിച്ച സ്ഥിതിക്ക് ഇവിടേക്കുള്ള ഒരു ബുക്കിങ്ങും എടുക്കില്ല എന്ന നിലപാടിലാണ് കമ്പനി. രാജ്യം ആദ്യം ബിസിനസ് രണ്ടാമത് എന്ന നിലപാടിലാണ് കമ്പനി ഇങ്ങനെയൊരു തീരുമാനമെടുത്തതെന്ന് CEO നിശാന്ത് അറിയിച്ചത്. ഇസ്രയേൽ പ്രതിനിധികളും ലക്ഷദ്വീപിന്റെ ഫോട്ടോ ട്വീറ്റ് ചെയ്തുകൊണ്ട് ലക്ഷദ്വീപ് ഏറെ മനോഹരമാണെന്ന് ട്വീറ്റ് ചെയ്തു. മാലദ്വീപ് ഉണ്ടാക്കിയ ഈ അപമാനത്തിനെതിരെ ഭാരതത്തിലെ ആൾക്കാർ തങ്ങളുടെ ഏകത കാണിച്ചു. അമിതാഭ് ബച്ചൻ മുതൽ സച്ചിൻ ടെണ്ടുൽക്കർ വരെ, സൽമാൻ ഖാൻ, അക്ഷയ് കുമാർ, PV സിന്ധു, വീരേന്ദ്ര സേവാങ്, ഇർഫാൻ പഠാൻ അടക്കം പല മുൻകാല കളിക്കാരും നിലവിലുള്ള കളിക്കാരും സെലിബ്രിറ്റികളും വലിയ നടന്മാരും മാലദ്വീപിന് മുഖത്തടിക്കുന്നത് പോലുള്ള മറുപടി നൽകിയിരിക്കുകയാണ്. ഈ ഏകത അത്ഭുതപ്പെടുത്തുന്നതാണ്. എന്നാൽ ഏറെ രസകരം, പ്രതിപക്ഷ നേതാക്കളായ മല്ലികാർജുൻ ഖാർഗെയും
ഫാരൂഖ് അബ്ദുള്ളയും ഈ അവസരം പ്രധാനമന്ത്രി മോദിയെ കുറ്റപ്പെടുത്താനാണ് പ്രയോജനപ്പെടുത്തിയത്. നമ്മുടെ ദേശത്തിൻ്റെ, നമ്മുടെ ജനങ്ങളുടെ, നമ്മൾ തിരഞ്ഞെടുത്ത പ്രധാനമന്ത്രിയുടെ അപമാനം എല്ലാവരുടെയും അപമാനമാണ്. ഇത്തരം അവസരങ്ങൾ ഏതു പാർട്ടിയുടെ നേതാവായാലും അവർ ഒരുമിച്ച് നിൽക്കേണ്ട ആവശ്യമുണ്ട്. 2013 കോൺഗ്രസ് അധികാരത്തിലിരുന്നപ്പോൾ പാകിസ്ഥാന്റെ താൽക്കാലിക പ്രധാനമന്ത്രിയായിരുന്ന നവാസ് ഷെരീഫ് ഭാരതത്തിലെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ അധിക്ഷേപിച്ചപ്പോൾ അന്ന് പ്രതിപക്ഷത്തുണ്ടായിരുന്ന നരേന്ദ്രമോദി നവാസ് ഷെരീഫിന്റെ ആരോപണത്തിനെതിരെ ശക്തമായി പ്രതികരിച്ചിരുന്നു. नवाज शरीफ, ये आपकी कौन सी औकात है? आप मेरे देश के प्रधानमंत्री को देहाती औरत कह के संबोधन करते हो? ജനങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ പ്രതിപക്ഷം എന്താണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? മാലദ്വീപ് ബഹിഷ്കരിച്ചുകൊണ്ടുള്ള ജനങ്ങളുടെ മൂഡ് മറ്റൊന്നാണ്. എന്നാൽ പ്രതിപക്ഷത്തിന് അത് മനസ്സിലാകുന്നു പോലുമില്ല. മാലദ്വീപ് ഇതെല്ലാം ചൈനയുടെ സ്വാധീനത്തിൽ വന്നിട്ട് ചെയ്യുന്നതാണോ? മാലദ്വീപിലെ 3 മന്ത്രിമാർക്ക് ഭാരതത്തെയും ജനങ്ങളെയും പ്രധാനമന്ത്രിയെയും തള്ളിപ്പറയാനുള്ള ആത്മധൈര്യം എവിടുന്ന് കിട്ടി? കീഴ്വഴക്കമനുസരിച്ച് മാലദ്വീപിൽ ഒരാൾ രാഷ്ട്രപതിയാകുമ്പോൾ ആദ്യം സന്ദർശിക്കുക ഭാരതമാണ്. കീഴ്വഴക്കമനുസരിച്ച് മോദി സർക്കാർ 2ാമത് അധികാരമേറ്റപ്പോഴും ആദ്യം പോയത് മാലദ്വീപിലേക്കായിരുന്നു. എന്നാൽ മാലദ്വീപിന്റെ പുതിയ രാഷ്ട്രപതി മുഹമ്മദ് മൊയ്സു ഈ കീഴ്വഴക്കത്തെ മാറ്റിയിരിക്കുകയാണ്. എന്നാൽ പതിവിന് വിപരീതമായി മൊയ്സു സന്ദർശിച്ചത് ടർക്കിയും UAEയും ചൈനയുമാണ്. ഇദ്ദേഹം ഇലക്ഷനിൽ മത്സരിച്ചതുപോലും ഇന്ത്യ ഔട്ട് എന്ന മുദ്രാവാക്യവുമായാണ്. ഇലക്ഷൻ ജയിക്കുകയാണെങ്കിൽ മാലദ്വീപിൽ നിന്നും ഭാരതത്തെ പൂർണ്ണമായും നീക്കം ചെയ്യും എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാഗ്ദാനവും. ഇതിന് പിന്നാലെ ദ്വീപിലുണ്ടായിരുന്ന 77 ഇന്ത്യൻ സൈനികരെ പുറത്താക്കാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു. ഇതിനോട് അനുകൂല നിലപാടാണ് ഇന്ത്യ സ്വീകരിച്ചത്. ഇന്ത്യയുമായി നിലനിന്നിരുന്ന സമുദ്ര ഗവേഷണ കരാറിൽ നിന്ന് മാലദ്വീപ് പിന്മാറി. സത്യത്തിൽ മാലദ്വീപ് എന്ന രാജ്യത്തെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ ഭാരതത്തിന് ചെറുതല്ലാത്തൊരു പങ്കുണ്ട്. എന്നാൽ മാലദ്വീപിന്റെ സർക്കാർ നന്ദി കേടാണ് ഇന്ത്യയോട് കാണിക്കുന്നത്. പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ശ്രീലങ്കയിലുമൊക്കെ ഉണ്ടായതുപോലെ 1988 സൈനിക അട്ടിമറി മാലദ്വീപിൽ ഉണ്ടാകാൻ തുടങ്ങിയപ്പോൾ അതിന് തടയിട്ടത് ഭാരതമാണ്. കോവിഡ് സമയത്ത് 1 ലക്ഷം കോവിഡ് വാക്സിനാണ് ഫ്രീ ആയി സഹായമെന്ന നിലയ്ക്ക് ഭാരതം മാലദ്വീപിന് നൽകിയത്. മുമ്പ് മീസൽസ് പടർന്നു പിടിച്ചപ്പോഴും 30,000-ഓളം ഡോസ് വാക്സിൻ ഫ്രീ ആയി നൽകിയിരുന്നു. മാലദ്വീപിന് വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് വന്നപ്പോൾ നമ്മൾ വെള്ളം കൊടുത്തു. മാലദ്വീപ് പട്ടിണിയിലായിരുന്നപ്പോൾ നമ്മൾ ഭക്ഷണം അയച്ചു. മാലദ്വീപിന് പൈസ ആവശ്യമായി വന്നപ്പോൾ നമ്മൾ പണം നൽകി സഹായിച്ചു. മാലദ്വീപിൽ ആക്രമണം ഉണ്ടായപ്പോൾ നമ്മൾ സൈന്യത്തെ അയച്ചു രക്ഷിച്ചു. എന്നാൽ ഇപ്പോൾ മാലദ്വീപിൽ നമ്മോട് ചെയ്യുന്നത് എന്താണെന്ന് ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഭാരതത്തിലെ സെലിബ്രിറ്റികളും ഫിലിം സ്റ്റാർസും സ്പോർട്സ് താരങ്ങളും ബിസിനസ്സുകാരും അവധി ആഘോഷിക്കുന്നതിനായി ഇതുവരെ തിരഞ്ഞെടുത്തുകൊണ്ടിരുന്നത് മാലദ്വീപിനെയാണ്. അവർ ഷെയർ ചെയ്ത വീഡിയോകളും ഫോട്ടോകളും കണ്ടാണ് കൂടുതൽ ഇന്ത്യക്കാർ ഇങ്ങോട്ടേക്ക് ആകർഷിക്കപ്പെടുന്നത്. എന്നാൽ അവരെല്ലാം ഇപ്പോൾ തുറന്ന് എഴുതിയിരിക്കുകയാണ്, ഞങ്ങൾക്ക് മാലദ്വീപ് വേണ്ട, ലക്ഷദ്വീപ് മതിയെന്ന്. മാലദ്വീപിൻ്റെ നിലനിൽപ്പ് തന്നെ ടൂറിസത്തിലൂടെയാണ്. നിരവധി ഭാരതീയ യാത്രക്കാരാണ് യാത്ര ക്യാൻസൽ ചെയ്തത്. ഇത് അവിടെ ചെറുതല്ലാത്ത പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. അതോടൊപ്പം ഭാരതത്തിലെ സോഷ്യൽ മീഡിയയിൽ ബോയ്ക്കോട്ട് മാലദ്വീപ് ട്വിറ്ററും ശക്തമായിക്കൊണ്ടിരിക്കുന്നു. പ്രശ്നം പരിഹരിക്കുന്നതിനായി മൊയ്സു കൂടുതൽ ടൂറിസ്റ്റുകളെ മാലദ്വീപിലേക്ക് അയച്ച് സഹായിക്കണമെന്ന് ചൈന പ്രസിഡന്റോട് അപേക്ഷിച്ചിരിക്കുകയാണ്. ഇതിനിടെ ശക്തമായ പ്രതിഷേധമാണ് ജനങ്ങൾക്കിടയിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ടൂറിസവും ഇന്ത്യയുടെ സഹായങ്ങളും നിന്നു പോവുകയാണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുക സാധാരണക്കാരായ ജനങ്ങളെ ആയിരിക്കും. കാരണം മൊയ്സുവിന് രാഷ്ട്രപതിയുടെ പാലസിലുള്ള സുഖവും സംവിധാനങ്ങളും ലഭിക്കും.